ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഈ പെണ്ണുങ്ങൾക്ക് വേറെ പണിയില്ലേ? ഈ സ്ത്രീകൾ എന്താ എപ്പോഴും തെരുവോരത്ത് ഇരിക്കുന്നത്? എന്തിനാ പിതാവേ ഈ സ്ത്രീകളെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? എന്തിനാണ് കുറേ സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ കുട്ടികൾ, അവരെല്ലാം ഈ മാസം ജൂൺ മാസം 5-ാം തീയതി മുതൽ എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയുടെ മുമ്പിൽ ഈ തെരുവോരത്ത് ഇരിക്കുന്നത്? എന്തിനാണ് കുറേ മനുഷ്യരെ അവരെ കാണാനും അഭിവാദം അർപ്പിക്കാനും എന്നും വന്നും പോയും ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ വീട്ടിൽ പോകാത്തത്? പോയാൽ തന്നെയും വേറെ കുറേ അവരുടെ പേർ നിർത്തിയിട്ടാണ് പോകുന്നത്. പോയാൽ തന്നെ പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യുന്നു. എന്തിനാണ് അവരെപ്പോഴും തെരുവോരത്ത്? ആരാണ് അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത്? എന്തുകൊണ്ടാണ് വെയിലോ മഴയോ ചൂടോ തണുപ്പോ രാത്രിയോ പകലോ കാറ്റോ കൊതുകോ അവരെ പിന്തിരിപ്പിക്കാത്തത്? അതെ, 2025 ജൂൺ 5-ാം തീയതി മുതൽ കുറേ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും സ്നേഹിതരും ഒക്കെ തെരുവിലാണ്. എന്താണ് അവരവിടെ ചെയ്യുന്നത് തെരുവിൽ? മിക്കവാറും സമയങ്ങളിൽ പ്രാർത്ഥന തന്നെ. കൊന്തയും കരുണക്കൊന്തയും ചൊല്ലുന്നു. ഇടയ്ക്ക് ആരെങ്കിലും 1-2 പേര് എഴുന്നേറ്റ് കത്തീഡ്രൽ ബസിലേക്ക് മുമ്പിൽ പോയി നോക്കുന്നു. ആ വിശുദ്ധ ദേവാലയം തങ്ങൾക്കായി തുറന്നു തരുമോ എന്നാണ് അവർ നോക്കുന്നത്. അവിടെ അട്ടിപ്പേറായി കിടക്കുന്ന മണവാളൻ എന്ന് പറയുന്ന ആള്, നിയമവിരുദ്ധമായി അവിടെ പാർക്കുന്ന മണവാളൻ എന്തെങ്കിലും ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അനധികൃതമായി അവിടെ പാർക്കുന്ന മണവാളന് കാവൽ നിൽക്കുന്ന പോലീസുകാര് തങ്ങളുടെ പള്ളി അശുദ്ധമാക്കുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. തങ്ങളുടെ പള്ളി ഇനിയും കൊള്ളയടിക്കാനും മണവാളൻ ശ്രമിക്കുമോ എന്നാണ് അവർക്കൊരു പേടി. അത് ഇനിയും അനുവദിക്കാതിരിക്കാനാണ് അവർ കാവൽ കിടക്കുന്നത്. അതെ, ഇത് കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വിശേഷിച്ച് സീറോ മലബാർ സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ തെരുവിലെ സമരം. കത്തീഡ്രൽ ബസിലിക്ക പള്ളി, അത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമാണ്. അത് പൂട്ടിയിട്ടിട്ട് കുറേ നാളുകളായി. അവിടെയുള്ള വിശുദ്ധ ബലിപീഠത്തിൽ സഭ പറഞ്ഞിട്ടുള്ള കുർബാന അർപ്പിക്കപ്പെടുന്നില്ല. കത്തീഡ്രൽ ബസിലിക്കയുടെ അധികാരികളായ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരിയോ ആസ്ഥാന ദേവാലയത്തിൽ കാല് കുത്തുന്നില്ല. അത് തുറക്കാനോ കുർബാന അർപ്പിക്കാനോ അവർക്ക് താല്പര്യവുമില്ല. അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാർപ്പാപ്പി അനുസരിക്കുന്നതിനോ സീറോ മലബാർ സഭയുടെ മെത്രാൻസിന്റെ അടുത്ത തീരുമാനം നടപ്പാക്കുന്നതിനോ താല്പര്യമുള്ളവരല്ല. അതിനേക്കാൾ ഭയാനകമായിട്ട് മാർപ്പാപ്പിക്കും പൗരത്വ സ്ഥിരസംഘത്തിനുമെതിരെ പലപ്പോഴും നിലപാടെടുത്ത് ശീഷ്മയിലായിരിക്കുന്നവരുമാണ്. ഈ തിരുവോരത്തിരിക്കുന്ന സ്ത്രീകളുടെയും അവരുടെ കുടുംബക്കാരുടെയും ഇടവക ദേവാലയമാണ് കത്തീഡ്രൽ ബസിലിക്ക. പക്ഷെ തങ്ങളുടെ സ്വന്തമായ ഈ ദേവാലയത്തിൽ കാല് കുത്തിയാൽ പോലീസ് അവരെ ആട്ടി ഓടിക്കുന്നു. അവിടെ പ്രാർത്ഥിക്കാൻ വയ്യ, അവിടെ കുർബാനയില്ല. എന്തുകൊണ്ടാണിത്? അതിന് ഒരേ ഒരു കാരണക്കാര് കത്തീഡ്രൽ ബസിലിക്കയുടെ അധികാരികളായ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാനുമാണ്. അവർ മൂലമാണ് ദൈവജനം ഈ തെരുവോരത്ത് കഴിയുന്നത്. അവർ മൂലമാണ് തെരുവില് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവരുടെ മാതാപിതാക്കളും ഒക്കെ ഉൾപ്പെടെ രാപ്പകൽ സമരം നടത്തുന്നത്. അവർക്കറിയാം ഈ മെത്രാന്മാരൊക്കെ മാറിപ്പോകും. ഒരുപക്ഷെ അവർക്ക് കുർബാന വിശ്വാസം ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം. പക്ഷേ ഈ ഇവിടെ വന്നിരിക്കുന്നവര്, അവരുടെ മക്കള്, അവരുടെ ഭർത്താക്കന്മാര്, മാതാപിതാക്കള്, അവരെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നു, കർത്താവ് സ്ഥാപിച്ച കൂതാശകളിലും. ആ കൂതാശകൾ അർപ്പിക്കപ്പെടാനുള്ള ഈ കത്തീഡ്രൽ ബസിലിക്ക മേജർ ആർച്ച് ബിഷപ്പിന്റെയോ അദ്ദേഹത്തിന്റെ വികാരിയുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ട് നിർമ്മിച്ചതല്ല. അവർക്കതുകൊണ്ട് അതിന്റെ വേദന തോന്നില്ല. ഇവിടെ കുത്തിയിരിക്കുന്നവരുടെ ചോരയും നീരും കണ്ണീരും വിയർപ്പുമാണ് ആ ദേവാലയം. അത് തുറന്ന് അവിടെ കുർബാന അർപ്പിച്ചില്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിനും വികാരി മെത്രാനും വേദന തോന്നില്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന ആ മനുഷ്യരുടെ നെഞ്ച് തകരുകയാണ്, ചങ്ക് തകർക്കുന്ന കാഴ്ചയാണ്. ഇനിയും ഇത് തുടരാൻ കഴിയില്ല എന്നാണ് അവരുടെ ഈ രാപ്പകൽ സമരത്തിലൂടെ അവർ വിളിച്ചോതുന്നത്. അപ്പോൾ ചോദ്യം, ഈ കത്തീഡ്രൽ ബസിലിക്കയിലെ വികാരിയച്ഛനില്ലേ? എല്ലാ പള്ളിക്കും അങ്ങനെ വികാരിയച്ഛൻ ഉണ്ടാകില്ലേ? ഉണ്ട്. തരിയൻ ഞാളിയത്തച്ഛനാണ് വികാരി സ്ഥാനത്തുള്ള അഡ്മിനിസ്ട്രേറ്റർ. അങ്ങനെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെക്കുന്നതിനൊക്കെ കാരണങ്ങളുണ്ട്. അദ്ദേഹം അവിടെ പാർക്കുന്നുണ്ട്. എന്നാൽ തെമ്മാടിയും അഴിമതിക്കാരനുമെന്ന് സഭാ കോടതി വിധിച്ച
കൽപ്പിച്ചവനെ ഉത്തരവിട്ടതായ മണവാളനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറെ സഭാവിരുദ്ധരും പിന്നെ അവർക്ക് സുരക്ഷയൊരുക്കുന്ന പോലീസും അവരുടെ വികാരിയെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. അവരുടെ വികാരിയെ ഒറ്റക്കൊടുക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയുമാണ്. മണവാളനെ പിന്തുണയ്ക്കുന്ന തെമ്മാടിക്കൂട്ടം ഈ പള്ളി പിടിച്ചടക്കാനും ഇവിടെയുള്ള പണം കൊള്ളയടിക്കാനും അത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാപ്പാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനും ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനൊത്താശ ചെയ്തു കൊടുക്കുകയാണ് സഭാധികാരികൾ. അതിന് തടയിടുക അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുക, അതാണ് ഈ തെരുവിലെ സമരം. ആരാണ് ഈ മണവാളൻ? അദ്ദേഹം മുമ്പത്തെ വികാരിയായിരുന്നു. എന്നാൽ അന്ന് അതിരൂപത ഭരിച്ചിരുന്ന ബോസ്കോ മെത്രാൻ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം കൊടുത്തു. പക്ഷെ മണവാളൻ പോയില്ല. സ്ഥലം മാറ്റം കൊടുത്തിട്ടും അദ്ദേഹം അവിടെ ഇല്ലേ അനധികൃതമായി അന്യായമായി സഭയുടെ നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ച് കുറച്ച് ഗുണ്ടകളുടെ സഹായത്തോടെ തുടരുകയാണ്. അവിടെയുള്ള പണം അടിച്ചു മാറ്റുക തന്നെയാണ് ലക്ഷ്യം. അത് സഭാ കോടതി തന്നെ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ഊഹവും അഭ്യൂഹവും ഭാവനയൊന്നും അല്ലത്, കോടതി വിധിച്ചതാണ്. അപ്പോൾ മണവാളൻ രോഗിയാണെന്നും കിടക്കയിൽ കിടന്ന കിടപ്പാണെന്നും ഒരു കരക്കമ്പി ഉണ്ടല്ലോ, അത് ശരിയാണോ? ഈ സമരക്കാരെ അദ്ദേഹത്തിന് ചികിത്സ മുടക്കുന്നുവെന്നും അങ്ങനെ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്നെന്നും ഒരു വാർത്ത പരക്കുന്നുണ്ടല്ലോ. ഷൈജുവും പാപ്പനും കൂട്ടരൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം രോഗിയാണെങ്കിൽ ചികിത്സ തേടണം, ചികിത്സ കൊടുക്കണം. രോഗിക്ക് വൈദ്യന് ആവശ്യമുണ്ടെന്നല്ലേ കർത്താവ് ശംശിക പറഞ്ഞിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകാൻ അദ്ദേഹം സമ്മതിക്കണം. മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാരിക്കുമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളത്. അവർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനും ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാനും തയ്യാറാകണം. അതിനെന്ത് കാര്യങ്ങൾക്കും പിന്തുണ കൊടുക്കാൻ ഈ സമരത്തിലിരിക്കുന്ന ആൾക്കാർ തയ്യാറാണ്. മണവാളന്റെ ആരോഗ്യം വഷളാവുകയോ മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയോ ചെയ്താൽ മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാരിക്കുമെതിരെയാണ് നരഹത്യക്ക് കേസെടുക്കുക, അല്ലാണ്ട് ഈ സമരക്കാർക്കെതിരെയല്ല. ഈ സമരത്തിലിരിക്കുന്നവർ ആരും തന്നെ മണവാളൻ രോഗം വരണമെന്നോ ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നുമില്ല. ചികിത്സ നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് അതിന് കഴിയൂല. മറിച്ച് അദ്ദേഹം രോഗമാണെങ്കിൽ ചികിത്സയ്ക്ക് പോകണം. അതിൽ ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. കാരണം അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ അർഹതയില്ല, നിയമനമില്ല, കോടതി ഉത്തരവുണ്ട് അദ്ദേഹത്തെ ഇറക്കിവിടാനായിട്ട്. ബലം പ്രയോഗിച്ചും ഇറക്കിവിടാനാണ് കോടതി ഉത്തരവ്. ബലം പ്രയോഗിക്കേണ്ട ഇറങ്ങിപ്പോകല്ലേ നല്ലത്. നമുക്ക് നിയമനം കിട്ടാത്ത സ്ഥലത്ത് കയറിയിരിക്കുന്നത് എന്താണ്? അവിടുത്തെ പണം കൊള്ളയടിക്കുന്നത് ശരിയാണോ? ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസസ് എന്ന വാക്കാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. പണം തട്ടിയെടുക്കുക, അഴിമതി. ഞാൻ ആവർത്തിക്കുക, ഈ മണവാളിനെ ഇറക്കി വിടണമെന്ന് കോടതി വിധിയുണ്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ഇനി തീർന്നില്ല. ഈ മണവാളനെ വിസ്തരിക്കാനും കുറ്റക്കാരനെന്ന് കണ്ടാൽ ശിക്ഷിക്കാനും ഉദ്ദേശിച്ച് റോമായിലെ പരിശുദ്ധ സിംഹാസനത്തിന് നിർദ്ദേശമനുസരിച്ചാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന് രൂപം കൊടുത്തത്. ആ സ്പെഷ്യൽ ട്രിബ്യൂണലാണ് ജൂൺ മാസം 2-ാം തീയതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അദ്ദേഹം അന്യായമായിട്ടാണ് അവിടെ കയ്യേറിയിരിക്കുന്നതെന്നും ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസ് നടത്തുന്നുവെന്നും തെളിവുകളും സാക്ഷികളും ഉണ്ടെന്ന് തെളിവുകൾ സഹിതം കോടതി ഉത്തരവുണ്ട്. അപ്പീൽ പോകാൻ പറ്റാത്ത വിധം ശക്തമായ ഒരു ഉത്തരവാണത്. അതനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന് വികാരിയോ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നോ മണവാളിനെ ഇറക്കിവിടണം. ജൂൺ 22-ാം തീയതിക്ക് മുമ്പ് വിധി നടപ്പാക്കുകയും വിധി നടപ്പാക്കിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയും വേണം. അവർ വിധി നടപ്പാക്കുമോ? എന്താണ് അവരുടെ നിലപാട്? എന്താണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാൻ്റെയും മനോഭാവം? ഈ ചോദ്യം പ്രസക്തമാണ്. അവരുടെ നിലപാട് ഇതുവരെയുള്ള നിലപാടൊക്കെ സഭാവിരുദ്ധവും പാപ്പാവിരുദ്ധവുമാണ്. മെത്രാൻ സിനഡിൻ്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധവുമാണ്. പക്ഷേ ഈ വിധി നടപ്പാക്കിയില്ലെങ്കിൽ അവർ പരിശുദ്ധ സിംഹാസനത്തിനെതിരെയും കത്തോലിക്ക സഭയുടെ നിയമസഭയ്ക്കെതിരെയും തെറ്റ് ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ അവർക്ക് മുകളിലുള്ള മേലധികാരികൾ അവർക്കെതിരെ നടപടിയെടുക്കും. ഇത് വേദനാജനകമാണ്. കാരണം കഴിഞ്ഞ ഏതാനും സംവത്സരങ്ങൾക്കുള്ളിൽ ഞങ്ങൾ 4 മെത്രാന്മാരെയാണ് വത്തിക്കാൻ രാജിവെപ്പിച്ചത്. കരിയിൽ പിതാവ്, ആലഞ്ചേരി പിതാവ്, ആൻഡ്രസ് പിതാവ്, ബോസ്കോ പിതാവ്. ഇതിൽ ബോസ്കോ പിതാവിൻ്റെത് മാത്രം ആണ് ശിക്ഷാ നടപടി അല്ലാത്തത്. മാർപ്പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിനെയും നിർദ്ദേശങ്ങൾ പാലിച്ച് സഭാവിരുദ്ധർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാതിരുന്നത് കൊണ്ടാണ് മറ്റ് 3 പേരെയും രാജിവെപ്പിച്ചത്. ഇതേ കാര്യം ഇപ്പോഴത്തെ നേതൃത്വത്തിന് സംഭവിക്കാം. ഒരു സഭയെ സംബന്ധിച്ച് ഇത് വളരെ വലിയ വേദനയാണ്.
2-3 വർഷത്തിനുള്ളിൽ സഭയുടെ തലപ്പത്തുള്ള ആളുകളെ മുഴുവൻ വത്തിക്കാൻ രാജിവെപ്പിക്കുക. എന്നിട്ട് ആളുകൾ ഇപ്പോഴും ചോദിക്കുക, റോം എന്താ മിണ്ടാത്തേ, റോം എന്താ സൈലന്റ് ആയിരിക്കണേ? കത്തോലിക്ക സഭയിൽ ഒരു തരം ഫെഡറൽ സംവിധാനമാണുള്ളത്. 24 വ്യക്തിഗത സഭകളുടെ സ്വയാധികാര സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഇന്ത്യൻ യൂണിയനിലെ വിവിധ സംസ്ഥാനങ്ങളുടെ വ്യക്തിഗത സഭകളെ ഒരുപക്ഷെ ഉപമിക്കാം. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സീറോ മലബാർ സഭ സ്വയാധികാര സഭയാണെങ്കിലും അതിനെ നയിക്കാൻ പ്രാപ്തിയുള്ളവരല്ല ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ളത്. 3-4 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ച് അയച്ച പോലെയുള്ളൊരവസ്ഥയിലാണ്. എന്താണ് തങ്ങളുടെ പദവിയെന്നോ എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്നോ ബോധമോ ബുദ്ധിയോ ഉത്തരവാദിത്തമോ കടമയോ ഇല്ലാതെ, ദൈവജനത്തോട് അശേഷം സ്നേഹമില്ലാതെ അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുക. എന്നിട്ട് യാതൊരു മനസാക്ഷിയുമില്ലാതെ കിടന്നുറങ്ങണം. അതിനേക്കാളാറെ ഈ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഈ മണവാളനും വിമത വൈദികർക്കും തെമ്മാടിക്കൂട്ടമായി അൽമായ മുന്നേറ്റക്കാർക്കും സംരക്ഷണവും പ്രോത്സാഹനവും കൊടുക്കുന്നത് ഈ സഭാ നേതൃത്വമാണ്. ദൈവജനത്തെ സംരക്ഷിക്കുന്നില്ല എന്നത് പോകട്ടെ, തെമ്മാടിക്കൂട്ടത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു, ഗുണ്ടായുസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ സഭാ നേതൃത്വത്തെ വിമർശിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ നേതാക്കന്മാരായ മെത്രാന്മാർ ആത്മീയതയും വിശുദ്ധിയും ഉള്ളവരാണെന്നാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ളവരുടെ പലരുടെയും പല പ്രവൃത്തികളും സൂചിപ്പിക്കുന്നത് നമ്മൾ കേട്ടത് സത്യമല്ലെന്നാണ്. ഉദാഹരണം, കഴിഞ്ഞ ദിവസം സമ്മേളിച്ച ഒരു ഫൊറോന വികാരിമാരുടെ സമ്മേളനത്തിൽ നിന്ന് കത്തീഡ്രൽ ബസിലിക്കയുടെ വികാരി ഇറക്കി വിട്ടു. നിങ്ങൾ കണ്ടു അത്. സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാതിരിക്കുന്ന സഭാകോടതി ഇറക്കിവിടാൻ പറഞ്ഞ മണവാളനെ പങ്കെടുപ്പിച്ചു. അപ്പം നിങ്ങൾ നോക്കിയേ, ഇത് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാനും നേരിട്ട് ചെയ്തതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. ശരിക്കുള്ള വികാരിയും ഇറക്കി വിട്ടു. അനധികൃതമായി കുടിയേറിയിരിക്കുന്നവനെ കോടതി ഇറക്കിവിടാൻ പറഞ്ഞവനെ പങ്കെടുപ്പിച്ചു. അപ്പോൾ അവരുടെ നടപടി, അവർ ആത്മീയതയും വിശുദ്ധിയും ഉള്ളവരാണോ? സഭാ നിയമങ്ങളോട് താല്പര്യമുള്ളവരാണോ? മാർപ്പാപ്പയുടെ വിശ്വസ്തതയുള്ളവരാണോ? മെത്രാൻ സിനഡിനോട് കൂറുള്ളവരാണോ? തങ്ങളെടുത്ത തീരുമാനങ്ങൾക്കെതിരെ തന്നെയല്ലേ അവർ പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ എല്ലാവരും കാണുകയും നടന്ന കാര്യമാണ്. അല്ലാതെ ഞാൻ അവരെ വിമർശിക്കുകയാണോ? ഇതിനെന്ത് വിമർശനം? ഇത് കാര്യം പറയാണ്. അപ്പോൾ അവർ ഈ സഭാ നേതൃത്വം എന്ന് പറയുന്ന മേജർ ആർച്ച് ബിഷപ്പും വികാരിയും സത്യത്തിൻ്റെ കൂടെയാണോ? നീതിയുടെ കൂടെയാണോ? മാർപ്പാപ്പയുടെ കൂടെയാണോ? മെത്രാൻ സിനഡിന്റെ കൂടെയാണോ? പൗരത്വ സ്ഥിരസംഘത്തിന്റെ കൂടെയാണോ? അല്ല, മറിച്ചാണ് സഭാവിരുദ്ധരുടെ കൂടെ, പാപ്പ വിരുദ്ധരുടെ കൂടെ. അതുകൊണ്ടാണ് അവർ ശീഷ്മയിലാണ് എന്ന് ഞാൻ പറയുന്നത്. അപ്പം എന്താണ് ശീഷ്മ എന്ന് പറഞ്ഞാൽ? സഭയുടെ ഐക്യതയ്ക്കെതിരായ തിന്മ, വിഭാഗീയത, പിളർപ്പ് എന്നാണ് ആക്ഷരികം. സത്യവിശ്വാസത്തിനെതിരായ പാപത്തെ പാഷാണ്ഡത അല്ലെങ്കിൽ വേദവിപരീതം എന്ന് പറയും. സഭയുടെ ഐക്യതയ്ക്കെതിരായ പാപത്തെ, അതായത് മാർപ്പാപ്പയ്ക്കും പരിചിത സിംഹാസനമെതിരായ പാപത്തെ ശീഷ്മ എന്ന് പറയുന്നു. അത്തരം ഒരു ശീഷ്മയിലാണ് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ നേതൃത്വം. മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? മാർപ്പാപ്പ പറഞ്ഞ ഏകീകൃത കുർബാന നടപ്പാക്കാൻ നമുക്ക് താല്പര്യമില്ല. മെത്രാൻ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാൻ നമുക്ക് താല്പര്യമില്ല. അവർ പറയുന്നത് ഒരെണ്ണം, ആഴ്ചയിൽ ഒരെണ്ണം അത് ചൊല്ലിയാൽ മതി എന്നാ. ബാക്കിയുള്ളത് മുഴുവൻ അവർ തന്നെ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന ചൊല്ലണം അത്രേ. ലോകത്തെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇത് നിങ്ങൾ? സഭാ നേതൃത്വം തന്നെ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞ കുർബാന ചൊല്ലാണ്. ഇത് തമാശ കളിയാ. ഇവർ ശീഷ്മയിലാണെന്ന് വിചാരിക്കുക. ശീഷ്മയിലായിരിക്കുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് വരിക? സഭയുടെ കാനൂൻ നിയമം അനുശാസിക്കുന്നത് അവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ്. അതായത് ആ ശിക്ഷ വരെ വരാം, ചെറിയ ശിക്ഷകളും ആകാം. സഭാഭ്രഷ്ട് അഥവാ എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഈ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പറയണേ. ഇപ്പോഴെങ്കിലും കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പറയണേ. ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർ പുറത്തു പോകേണ്ടി വരും. അവർക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇനി പുറത്തു പോകാൻ തയ്യാറായിട്ടാണോ ചെയ്യണമെന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അവർ വിചാരിക്കുന്നത് ഈ പറയുന്ന മാണിപ്പറമ്പലിച്ചനും സഭയുടെ കൂടെ നിൽക്കുന്നവരും സിനഡാനുകൂലികൾ, സഭാനുകൂലികൾ അങ്ങനെ പറയുന്നവരൊക്കെയാണ് അവരുടെ എതിരാളികൾ എന്നാണ് അവർ വിചാരിക്കണേ. അതുകൊണ്ടാണ് പോലീസിനെ ഉപയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്നതും ആട്ടി ഓടിക്കുന്നതും. വൈദിക മന്ദിരത്തിലെ മുറികളുടെ പൂട്ട് പൊളിച്ചവരെ ചോദ്യം ചെയ്ത ദൈവജനത്തെയും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചോടിച്ചു.
അപ്പം എന്തൊക്കെയാണ് ഈ പോലീസിൻ്റെ നടപടികൾ? സഭയിൽ വൈദിക സമിതി എന്ന പേരിൽ ഒരു സമിതിയുണ്ട്. അതിന് രൂപം കൊടുക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു മെത്രാപ്പോലിത്തയോ മെത്രാനോ സ്ഥാനം ഒഴിവന്നാൽ രാജിയാകാം, മരണമാകാം. അപ്പോൾ ഈ വൈദിക സമിതിയും അനക്തസിദ്ധമായി ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാണ്ടാകും. പുതിയ മെത്രാപ്പോലിത്തയോ മെത്രാനോ വൈദികരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തി, അതൊക്കെ നിയമപ്രകാരമാണ്, പുതിയ വൈദിക സമിതിക്ക് രൂപം നൽകണം. മാത്രമല്ല കൂതാശ വിലക്കുള്ളവർ, സസ്പെൻഷൻ ഉള്ളവർ, സഭയുടെ ശിക്ഷാ നടപടികൾ നേരിടുന്നവർ, അവർക്കൊന്നും അതിൽ തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയില്ല, അർഹതയില്ല, നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള അർഹതയില്ല. അതൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആണ്ടസ് പിതാവ് രാജിവെച്ചതിന് ശേഷം ഈ ചട്ടങ്ങൾ പാലിച്ചുള്ള ഒരു വൈദിക സമിതി തെരഞ്ഞെടുക്കപ്പെടുന്നതും നോമിനേറ്റ് ചെയ്യപ്പെടുന്നതുമായ ഞാൻ ഈ പറഞ്ഞ നിയമപ്രകാരമുള്ള ഒരു വൈദിക സമിതി നിലവിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു ആലോചന സമിതിയും നിലവിലില്ല. സഭയുടെ അനുസരിച്ച് രൂപം കൊടുത്തിട്ടില്ലാത്ത സമിതികളുടെ സംയുക്ത യോഗമാണ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ജൂൺ 5-ാം തീയതി വിളിച്ചു കൂട്ടിയത്. അത് ശരിയാണോ? നിയമപ്രകാരം സാധുതയില്ലാത്ത ഒരു വൈദിക സമിതി, നിയമപ്രകാരം സാധുതയില്ലാത്ത ഒരു ആലോചന സമിതി, പിന്നെ ഫൊറോന വികാരങ്ങളുടെ യോഗം അതിനോട് കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ ആകെ ഒരു അഴകുഴമ്പൻ രീതി. ഇതിൽ പങ്കെടുത്തവരിൽ കൂരി അംഗങ്ങൾ ഒഴികെ ഞാളിത്തച്ഛനെ ഇറക്കി വിട്ടു, സഭയെ അനുസരിക്കുന്ന ആളെ. ബാക്കി കൂരി അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ മാർപ്പാപ്പയ്ക്കെതിരെ എടുത്തിരിക്കുന്നവരാണ്. സഭയുടെ സിനഡിനെതിരെ തീരുമാനമെടുത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ വാശി പിടിച്ചിരിക്കുകയാണ് അനുസരിക്കില്ലെന്ന്. അപ്പോൾ മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ, മെത്രാൻ സിനഡിന്റെ തീരുമാനത്തിനെതിരെ പരസ്യമായി എതിർക്കുന്നവര് അവരുടെ മീറ്റിംഗ് കൂടുക. ആ മീറ്റിംഗ് തന്നെ ശീഷ്മയല്ലേ? പരസ്യമായി ശീഷ്മയുടെ നിലപാടല്ലേ? അതിനെ എതിർക്കാനും അല്ലേ, അതിനെ പ്രതിരോധിക്കാനുമാണ് 600-ലേറെ സഭാ മക്കള് ജൂൺ 5-ാം തീയതി വന്നു ചേർന്നത്. അവരെയൊക്കെ, അവരിൽ കുറേ പേർ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്ത് ഒരു വൈകിട്ട് രാത്രി 7-7:30 വരെയൊക്കെ വെച്ച് ഇല്ലേ സ്റ്റേഷനിലോ വേറെ കൊണ്ടുവയ്ക്കാനായിട്ട് സഭാ നേതൃത്വം തന്നെ പോലീസിന് നിർദ്ദേശം കൊടുത്തു. പോലീസ് അങ്ങനെ ചെയ്തു. സഭാ നേതൃത്വം അങ്ങനെ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടില്ലെന്നാണല്ലോ അവർ പറയുന്നത്. ഇത് നിങ്ങളുടെ വെറും ഊഹമല്ലേ? അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിനെതിരെ തെളിവില്ലാതെ ആരോപിക്കുകയല്ലേ? ഒരു ദുരാരോപണമല്ലേ? അല്ല, ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. സഭാ നേതൃത്വം കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് കാരണങ്ങൾ പറയാം. ഒന്ന്, പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മെത്രന്മാരെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. അറസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ കൊണ്ടു നടക്കുന്നതും വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ട് വിട്ടാൽ മതി എന്നൊക്കെ സഭാ നേതൃത്വം പറഞ്ഞിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുണ്ട്. അപ്പോൾ വികാരി മെത്രം പറയുന്നതാണോ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതാണോ ശരി? പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കാൻ പിന്നെ ന്യായങ്ങളുണ്ട്. ഇതിനു മുമ്പ് പല പ്രാവശ്യം വിമത വൈദ്യരും അൽമായ മുന്നേറ്റക്കാരും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഗേറ്റ് തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. അരമനയിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പി എറിഞ്ഞിട്ടുണ്ട്. 82 വയസ്സുള്ള വൈദികനെ ബലിപീഠത്തിൽ നിന്ന് ആട്ടിയിറക്കി ചവിട്ടി കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഈ അതിരൂപതയുടെ മെത്രാസന മന്ദിരം അതിക്രമിച്ച് കയറി പോലീസിനെ ആക്രമിച്ചിട്ട് തിരിച്ച് പോലീസിന്റെ നരനായാട്ടം എന്ന് പറഞ്ഞിട്ട് സകലമാനം സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു കേസും ഇല്ല. കാരണം എന്താ? സഭാ നേതൃത്വം പരാതിപ്പെടുകയോ കൊടുത്തെങ്കിൽ തന്നെ അതൊന്ന് പ്രസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ യാതൊരു പ്രകോപനം കൂടാതെ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, സഭാമക്കളെ. എന്തുകൊണ്ട്? അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണെന്ന്. മുമ്പ് ഇപ്പൊ യാതൊരു പ്രകോപനമില്ലാതെ അറസ്റ്റ്. മുമ്പ് ആക്രമണങ്ങളും അതിക്രമങ്ങളും ഉണ്ടായിട്ട് അറസ്റ്റ് ഇല്ല. ഈ വൈദിക യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് വിശദമായി പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ആ വൈദിക യോഗം തന്നെ നിയമാനുസൃതമല്ല. കോടതി എന്തൊക്കെ പറയുമെന്ന കാര്യങ്ങളൊക്കെ പിന്നീട് കാണേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് മനസ്സിലാകുന്നിടത്തോളം തീരുമാനങ്ങളൊന്നും എഴുതി വായിച്ചിട്ടില്ല. കാര്യങ്ങൾ എങ്ങനെ ഉരുത്തിരിയും എന്ന് കണ്ടതിന് ശേഷം തങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ റിപ്പോർട്ട് എഴുതുകയാണ് അവർ ചെയ്യാറുള്ളത്, ഈ വിമത വൈദികര്. ഇതുവരെ അങ്ങനെയായിരുന്നു, ഇതിലും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇനി അവർ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം തന്നെ സഭാവിരുദ്ധമാണ്, സഭയുടെ നിയമ സംവിധാനത്തിന് എതിരാണ്. ഉദാഹരണം, പൗരത്വ തിരുസംഘത്തിന്റെ നിർദ്ദേശപ്രകാരം രൂപം കൊടുത്ത കോടതിയെ സ്പെഷ്യൽ ട്രിബ്യൂണലിൽ പിരിച്ചുവിടുക. ഈ വൈദിക യോഗത്തിൽ സംഭവിച്ച പറയുന്ന മറ്റൊരു ഗൗരവ ആരോപണമുണ്ടല്ലോ.
അത് ആരോപണമല്ല, ദൃക്സാക്ഷികളുടെ നേർസാക്ഷ്യമാണ്. പൗരത്വ സഭകളുടെ തലവനായ കർദിനാളിനെതിരെ അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണമാണ് ജോയ്സ് കൈതക്കോട്ടിലച്ചൻ ഉന്നയിച്ചത്. അത് കേട്ട മേജർ ആർച്ച് ബിഷപ്പ് മിണ്ടാതിരുന്നു. വികാരി മെത്രാനാകട്ടെ അത് ശരിവെച്ചു. എന്തായിരിക്കും വത്തിക്കാന്റെ പ്രതികരണം? അത് വത്തിക്കാന്റെ പ്രതികരണം വരട്ടെ. സഭയുടെ കാനോൻ നിയമം അനുസരിച്ച് ഇതിന് ശിക്ഷകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നടപടികൾ വത്തിക്കാൻ എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സമരത്തിന്റെ ഈ ഇവിടെ ഇരിക്കുന്ന സമരക്കാരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്മീഡിയറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥലം മാറ്റം കിട്ടിയൊന്നും പോകാതിരിക്കുന്ന, ഇറക്കി വിടാൻ കോടതി ഉത്തരവുണ്ടായിട്ടും പോകാതിരിക്കുന്ന, ഇറക്കി വിടാതിരിക്കുന്ന മണവാളിനെ കെട്ടിക്കുക. 2, മെത്രാൻ സെനറ്റ് തീരുമാനിച്ച ഏകീകൃത കുർബാന മാത്രം കത്തീഡ്രൽ ബസിലിക്കയിൽ അർപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാനും തയ്യാറാവുക. ഇത് സാധിക്കണമെങ്കിൽ കുറച്ച് വിമത വൈദികരെങ്കിലും ഉടുപ്പൂരി വിടേണ്ടി വരും. അതിന് മെത്രാന്മാർ തയ്യാറാകണം. പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നെങ്കിൽ അവർ തിരിച്ചെടുക്കാം. പക്ഷേ ഇപ്പോൾ അവരെ പുറത്താക്കണം. അങ്ങനെയാണോ ഈശോ മിശിഹ പറഞ്ഞിട്ടുള്ളത്? ക്ഷമിക്കാനും പൊറുക്കാനുമല്ലേ സ്നേഹനിധിയായി ഈശോ പറഞ്ഞിട്ടുള്ളത്? ഇത് ഈശോ മിശിഹ അറിയാത്തവരുടെ ബാലിശമായ ഉത്തരമാണ്. സഭ അനുസരിക്കാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ഈശോ മിശിഹ പറഞ്ഞിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം വായിച്ചു നോക്കിയേ. ഈശോ തന്നെയും യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ആളുകളെ ആട്ടി ഓടിച്ചിട്ടില്ലേ? ചമ്മട്ടി ഉണ്ടായിട്ട് തല്ലിയിട്ടില്ലേ? സ്നേഹനിധിയായി ഈശോയിൽ നിന്ന് തന്നെയാണത് വന്നത്. നിങ്ങളുടെ മക്കൾ നിങ്ങൾ ശിക്ഷിക്കാറില്ലേ? സ്നേഹമില്ലാഞ്ഞിട്ട് മാഷന്മാരെ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യില്ലേ? സ്നേഹമില്ലാഞ്ഞിട്ട്. സ്നേഹത്തിൽ എപ്പോഴും അച്ചടക്കമുണ്ട്, ഡിസിപ്ലിൻ, ശിക്ഷണമുണ്ട്. അങ്ങനെ വെറും വാത്സല്യം തപ്പി ഇങ്ങനെ ചേർത്ത് പിടിക്കലും മാത്രമായാൽ എല്ലാവരും പഴച്ചു പോകും, ക്രിമിനലുകളാകും. മാത്രമല്ല, മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന ധൂർത്തപുത്രനെ അല്ലേ പിതാവ് ഇറക്കിച്ചെന്ന് സ്വീകരിച്ചത്? ആ പന്നിക്കൂട്ടിലേക്ക് പിതാവ് പോകുകയായിരുന്നു. 7 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതിനർത്ഥം 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണോ? 7 × 7 7 49. 770 എന്നതിന്റെ അർത്ഥം വിശദീകരിക്കാനായി ഈശോ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് തൊട്ട് താഴെ. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയുള്ളത്. ആ ഉപമയിൽ ഒരേ ഒരു പ്രാവശ്യമാണ് രാജാവ് ക്ഷമിക്കുന്നത് സാമന്ത രാജാവിനോട്. അതിന് വിശദമായ കാര്യങ്ങളൊക്കെ എൻ്റെ പുസ്തകം വായിക്കുക. വളരെ വിശദമായിട്ട് ഞാൻ അത് നൽകിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈശോ തന്നെ അടിച്ച പടയാളിയോട് 770 പ്രാവശ്യം ക്ഷമിക്കാതെ നീ എന്തിനെ അടിച്ചു എന്ന് ചോദിച്ചത്? എന്തുകൊണ്ട് തന്നെ അടിച്ചവന് മറുകരണം കാണിച്ചു കൊടുത്തില്ല? എന്തേ ദേവാലയം അശുദ്ധമാക്കി ഒരു ചമ്മട്ടി ഉപയോഗിച്ച് അവൻ ആട്ടിപ്പായിച്ചു? ഏത് വചനമാണ് ഏത് സന്ദർഭത്തിന് ചേരാമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മൻ ദാനമുണ്ട്. വിവേകം, വകതിരിവെന്നാ പറയുക. കൗൺസൽ അല്ലെങ്കിൽ പ്രൂഡൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഏത് സന്ദർഭത്തിനാണ് ഏത് വചനം ചേരാന്ന്. ഈ ചില ധ്യാന ഗുരുക്കന്മാരുടെ രീതിയാണ് ക്ഷമിക്കുക പൊറുക്കുക. അങ്ങനെ ക്ഷമിക്കുക പൊറുക്കുക എന്നുള്ളതല്ല. അത് ആവശ്യമുള്ള സമയത്താണ്. പിന്നെ ക്ഷമിക്കലും പൊറുക്കലും സംഭവിക്കണമെങ്കിൽ പശ്ചാത്താപം വേണം. അല്ലാതെ ക്ഷമിക്കലും പൊറുക്കലും നടക്കുമോ? സംഭവിക്കുമോ? പിന്നെ ക്ഷമിക്കലും പൊറുക്കലും മാത്രമല്ലല്ലോ കാര്യം, നീതിന്യായമൊക്കെ നടപ്പാവണ്ടേ? എല്ലാം ക്ഷമിച്ചു വിട്ടാൽ മതിയോ? നീതി പുനഃസ്ഥാപിക്കണ്ടേ? സത്യം പുലരണ്ടേ? സത്യമില്ലാത്ത സ്നേഹം വഞ്ചനയാണ്. നീതിയില്ലാത്ത സ്നേഹം ചതിയാണ്. ഈശോ മിശിഹ പറഞ്ഞിട്ടുണ്ട്, മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. ആദിമസഭയിൽ മുത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. പന്നി എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവര്. ഈ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത് എന്ന് പറഞ്ഞില്ലേ കർത്താവ്? അപ്പൊ മുത്ത് ഏതാണ് പന്നി ഏതാണെന്ന് വിധിക്കണ്ടേ? നീ ആരും വിധിക്കരുത് പറഞ്ഞാല് ഇതത് ബൈബിള് പഠിക്കാത്തതുകൊണ്ടാണ്. ഡോണ്ട് കണ്ടം എനിവൺ എന്നാണ്. ആരെയും ദണ്ഡന വിധിക്ക് വിധേയമാക്കരുത്. ജഡ്ജിന്നല്ല. എന്നാൽ വിധിക്കേണ്ടതുണ്ട്. തെറ്റേത് ശരിയേത്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അത് മനുഷ്യർക്ക് മാത്രമല്ലേ ഉള്ളൂ. നന്മയേത് തിന്മയെന്ന് തിരിച്ചറിയണ്ടേ? അതിനല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ നന്മയേത് തിന്മയെന്ന് വിധിക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? മുത്തേത് പന്നി ഏതെന്ന് തിരിച്ചറിയാൻ കഴിയണ്ടേ? എന്നാലല്ലേ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുതെന്ന് കർത്താവിന്റെ വചനം പാലിക്കാൻ പറ്റൂ. ഈ എറണാകുളം വിമത വൈദികർ എന്ന പന്നികളുടെ മുമ്പിൽ വിശുദ്ധ കുർബാന ഇട്ടുകൊടുത്തതാണ്. വിശുദ്ധ കുർബാന എന്ന മുത്ത് ഇട്ടുകൊടുത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ തിരുവചനങ്ങളൊക്കെ മെത്രാന്മാർക്ക് അറിയില്ലേ?
അത് നിങ്ങൾ മെത്രാന്മാരോട് ചോദിക്കൂ, എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പ്രവർത്തികൾ കണ്ടിട്ട് തിരുവചനമൊന്നും കൃത്യമായി പഠിച്ച ലക്ഷണം കാണുന്നില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളിലും ഒരു ദാനമാണ് ആത്മധൈര്യം. ഫോർട്ടിറ്റ്യൂഡ് എന്നാണ് ഇംഗ്ലീഷ്, ഫോർട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ കറേജ് എന്ന് പറയും. ചങ്കൂറ്റം, നെഞ്ചുറപ്പ്, ധൈര്യം എന്നൊക്കെയാണ്. എത്ര മെത്രാന്മാർക്കുണ്ട് ഈ പറഞ്ഞ സംഗതി? തങ്ങളുടെ രൂപതയിൽ ചില അച്ഛന്മാരോ കന്യാസ്ത്രീമാരൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവർ വലിയ വീരവാദം അടിക്കും. സഭയുടെ മൊത്തത്തിലൊരു പ്രശ്നം വന്നാൽ, ഇങ്ങനെ ഗൗരവമായ പ്രതിസന്ധി വന്നാൽ എത്ര പേരുണ്ട് നെഞ്ചും വിരിച്ച് നിൽക്കാനായിട്ട്? അപ്പോൾ വീണ്ടും ഒരു ചോദ്യം, നിങ്ങളുടെ സഭയുടെ ഏറ്റവും ഉയർന്ന അധികാരികൾ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ നടപടികൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യാശിക്കാൻ വകയുണ്ടോ? ഇക്കൊല്ലം ജൂബിലി വത്സരമാണ്. ഈശോ മിശിഹ ജനിച്ചിട്ട് അതിൻ്റെ 2025 ജൂബിലി, 2025 അതിൻ്റെ വിഷയം, ഈ ജൂബിലിയുടെ വിഷയം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ്. ശുഭാപ്തി വിശ്വാസമല്ല പ്രത്യാശ. എല്ലാം നന്നായി വരും, എല്ലാം നന്നായി വരും, അതല്ല. ആ ശുഭാപ്തി വിശ്വാസമല്ല പ്രത്യാശ. ഈശോ മിശിഹ ആളാണ്, ആ ആളിലുള്ള വിശ്വാസമാണ് പ്രത്യാശ. ഈശോ മിശിഹ ആളാണ്, ആ ആളിലുള്ള വിശ്വാസമാണ് പ്രത്യാശ. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഈശോയാണ് രക്ഷകൻ, ഏകരക്ഷകൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവന് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ഞങ്ങളുടെ പ്രത്യാശ. അതിൽ ഒരു തരി പോലും കുറവ് വരില്ല. അതിനേക്കാളേറെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ യഹസ്കേൽ പ്രവാചകൻ എസക്കിയേൽ, നിങ്ങൾ 8-ാമത്തെ അധ്യായം തൊട്ട് 11-ാം അധ്യായം വരെ വായിക്കുക. കൽദായ ദേശത്തെ ബാബിലോണിയക്കാർ ജെറുസലം ദേവാലയം 3 പ്രാവശ്യം ആക്രമിച്ചു. BC 605, 597, 587. ഈ അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് കർത്താവ് എന്താ ചെയ്തത്? അതാണ് ഈ യഹസ്കേലിന്റെ പുസ്തകം 8 മുതൽ 11 വരെ അധ്യായങ്ങൾ പറയണേ. ഈ കൃപാസനം എന്ന് പറയുന്ന ദൈവം എഴുന്നള്ളിയിരിക്കുന്ന ആ മേഴ്സി സീറ്റ്, ഹിലാസ്തേരിയോൺ എന്ന് പറയും, കൃപാസനം, അവിടെ നിന്നും ദൈവം ഇറങ്ങി പിന്നെ പ്രധാന കവാടത്തിലേക്ക് വന്നു, അവിടുന്ന് ഉമ്മറത്തേക്ക് വന്നു, അവിടുന്ന് കിഴക്കോട്ട് ഒലിവുമലയിലേക്ക് പോയി, അവിടുന്ന് കിഴക്കോട്ട് പോയെന്നാണ്. കിഴക്കോട്ട് എന്ന് വെച്ചാൽ കൽദായ ദേശത്തേക്ക്. അതിൻ്റെ കർത്താവ് കൽദായ ദേശത്തേക്ക് പോയേ. ഈ കൽദായ ദേശത്തിൽ ബാബിലോണിയക്കാരാണ് ജെറുസലേം ദേവാലയത്തെ ആക്രമിച്ചിട്ട്, ജെറുസലേം ദേവാലയം മാത്രമല്ല ജെറുസലേം നഗരത്തെയും യഹൂദ രാജ്യത്തെ ആക്രമിച്ചിട്ട് അവിടെയുള്ള പൗരന്മാരൊക്കെ ഈ കൽദായ ദേശത്തേക്ക് അടിമകളായി കൊണ്ടുപോയി. ഏതാനും കുറച്ച് പാവപ്പെട്ടവരൊഴികെ ബാക്കി എല്ലാ പൗരന്മാരെയും കൽദായ ദേശത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൈവജനം ഇപ്പോൾ എവിടെയാണ്? കൽദായ ദേശത്താണ്. ദേവാലയം ആക്രമിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, തീ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ ദേവാലയത്തിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ദൈവജനം എവിടെയാണ്? കൽദായ ദേശത്ത്. അപ്പോൾ കർത്താവ് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി ഉമ്മറപ്പടിയിൽ ചെന്ന് അവിടെ നിന്നും ഒലിവുമലയിലേക്ക് പോയി, അവിടെ നിന്ന് കിഴക്കോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. കൽദായ ദേശത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. കിഴക്കുന്ന ജ്ഞാനികൾ വന്നെന്ന് പറഞ്ഞാലും കൽദായ ദേശത്ത് ആളുകൾ വന്നെന്നാണ്, ബാബിലോണിൽ നിന്ന് ആളുകൾ വന്നെന്നാണ്. ഒരാൾ കറുത്തതായി ചിത്രീകരിക്കുന്നു, അത് ഇന്ത്യക്കാരൻ എന്നൊക്കെ പാരമ്പര്യമുണ്ടെങ്കിലും മിക്കവാറൊക്കെ ബാബിലോണിയൻ ദേശത്തുള്ള കൽദായരാണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഈ കൽദായ ദേശത്തേക്ക് യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ കർത്താവ് അവരുടെ കൂടെ പോയി. അങ്ങനെ 70 കൊല്ലം കഴിഞ്ഞിട്ട് കർത്താവ് തിരിച്ചു വരികയാണ്. അതാണ് യെശയ്യായുടെ പുസ്തകം 40:1 മുതലുള്ളത് ഇല്ലേ? വഴിയൊരുക്കുവിൻ, കർത്താവിന് വഴിയൊരുക്കുവിൻ, മരുഭൂമിയിൽ വഴിയൊരുക്കുവിൻ. ഒരു 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 പുതിയ പുറപ്പാട്. കർത്താവാണ്, മോശമല്ല, കർത്താവാണ് നയിക്കുന്നത്. ഈ 60 വർഷം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ കർത്താവ് തിരിച്ചു വരികയാണ്. അത് 537, BC 537. അവരാണ് പിന്നീട് യാഹ്വേയുടെ ദരിദ്രർ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗമാണ് ആ വിഭാഗത്തിലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. സക്കറിയ, എലിസബത്ത്, യോഹന്നാൻ, ജോസഫ്, മറിയം, ആ ആട്ടിടയന്മാർ, ശിമെയോൻ എന്ന പ്രവാചകൻ, അന്ന എന്ന പ്രവാചിക, ഇവരൊക്കെ ഈ യാഹ്വേയുടെ ദരിദ്രർ എന്നറിയപ്പെടുന്നവരാണ്. പക്ഷെ അവർ കൽദായ ദേശത്ത് വെച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് ശുദ്ധീകരിക്കപ്പെട്ടത്. ഇപ്പോൾ കത്തീഡ്രൽ ബസിലേക്ക് പൂട്ടിക്കിടക്കുകയാണ്. കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ എവിടെയാ? ഈ സമരപ്പന്തൽ ഇരിക്കുന്നവരുടെ കൂടെയാണ്. ഈ ജെറുസലേം ദേവാലയത്തെ ആക്രമിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി ജനം എവിടെയാണോ അവരുടെ കൂടെ ആയിരുന്നത് പോലെ ഇപ്പോൾ കത്തീഡ്രൽ ബസിലിരിക്കുന്ന കർത്താവ് ഇറങ്ങിയിട്ട് ഈ സമരപ്പന്തലിൽ സഭയുടെ ഏകീകൃത കുർബാന വേണം, അനധികൃതമായി കയ്യേറിയിരിക്കുന്ന മണവാളനെ ഇറക്കി വിടണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് കർത്താവ്. അവരാണ് ശുദ്ധീകരിക്കപ്പെട്ട ജനം, ഈ സമരക്കാര്. അപ്പോൾ ഈ സഭയെ നയിക്കാനുള്ള ആളെ തെരഞ്ഞെടുക്കാൻ ആളെ ഈ ജനത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കും.
ഈ സമരത്തിലിരിക്കുന്ന ആളുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈ സഭയെ നയിക്കാനുള്ള നേതാവിനെ കർത്താവ് തിരഞ്ഞെടുക്കും. കാരണം കർത്താവ് കത്തീഡ്രൽ ബസ്സിലേക്ക് ഇറങ്ങി ഈ സമരപന്തലിൽ ഇരിക്കുക. അന്ന് ചെയ്തതുപോലെ തന്നെ, യഹസ്കേൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ. തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. സഹനത്തിൻ്റെ തീച്ചൂളയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് കൂതാശകളില്ല, വൈദികരില്ല, മെത്രാന്മാർ ഞങ്ങളെ കൂടെയില്ല, മതബോധനമില്ല. എങ്കിലും മുറ്റമടിച്ചും വീട് വൃത്തിയാക്കിയും ശീലമുള്ള കൈകളാണ് അവിടെ ഇരിക്കുന്ന സ്ത്രീകളുടേത്. ക്ഷമാശീലത്തിന്റെ പര്യായമാണ് ആ സ്ത്രീകൾ. സഭയെ വെടിപ്പാക്കാനുള്ള കരുത്തും ക്ഷമയും ചൂലും അവരുടെ കയ്യിലുണ്ട്. അതിനുള്ള ആയുധം എന്ന് അവർ പറയുന്നത് തിരുവചനമാണ്, ബൈബിളാണ്, പ്രാർത്ഥനയാണ്, ജപമാലയാണ്, കരുണക്കൊന്തയാണ്, യാമപ്രാർത്ഥനയാണ്, ഉപവാസമാണ്, ധ്യാനമാണ്. ഈ ആയുധങ്ങളുടെ കരുത്ത് ഇവരുടെ മെത്രാന്മാര് അനുഭവിച്ചറിയും. കണ്ടറിയാം, നമ്മുടെ കൺവെട്ടത്ത് തന്നെ കണ്ടറിയാം നമ്മളത്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആ സമരപ്പന്തലിൽ ഇരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും സുഹൃത്തുക്കളും ഒക്കെ തെരുവിൽ നടത്തുന്നത്, തെരുവോരത്ത് നടത്തുന്നത് ഒരു വലിയ പ്രേക്ഷിത ശുശ്രൂഷയാണ്. വലിയ പ്രേക്ഷിത ശുശ്രൂഷ, മറ്റേതൊരു പ്രേക്ഷിത ശുശ്രൂഷയെക്കാളും കരുത്തും ധൈര്യവും വേണ്ടതായ ശുശ്രൂഷ. നമുക്ക് അവരെ പോയി കണ്ട് പിന്തുണ കൊടുക്കാം. നിങ്ങൾ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ജസ്റ്റ് ചെന്ന് അഭിവാദ്യം പറയുക. സഭയെ സ്നേഹിക്കുന്നെങ്കിൽ, ഏകീകൃത കുർബാന വേണമെങ്കിൽ, അനധികൃതമായ മണവാള അവിടെ ഇരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുക. ഈ സമരപന്തലിൽ ഇരിക്കുന്നവരെ കുറിച്ച് വിവിധ ഗ്രൂപ്പുകളായി ചെന്ന് 2 or 3 നിങ്ങൾ ചെന്നിട്ട് ഒരു കരുണക്കൊന്തര സമയം അവിടെ ചെലവഴിച്ച് പോരുക. പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറയെ നിങ്ങൾക്ക് കഴിയാവുന്നവരൊക്കെ എല്ലാവരും ഉപരിയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയ്ക്ക് വേണ്ടി. അവർ നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയാണ് ഈ ക്ലേശങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ സഹിക്കുന്നത്. സത്യത്തിൽ അവർ രക്തസാക്ഷികളാണ്. അവരുടെ നിണമാണ് സീറോ മലബാർ സഭയുടെ കരുത്ത്. അവരുടെ ആ ചോരയും നീരും കണ്ണീരും ഉപ്പുമാണ് നമ്മുടെ സഭയെ ശുദ്ധീകരിക്കുന്ന പുളിപ്പ്. അങ്ങനെ ആയിത്തീരട്ടെ. നമുക്ക് അവരോടൊപ്പം നിൽക്കാം, അവർ ചെന്ന് കാണാം, പിന്തുണ കൊടുക്കാം. ഈ സമരം അത് അവരുടെ ആ ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകാനായിട്ട്, അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന സത്യവും നീതിയുമായ കാര്യങ്ങൾ നിറവേറാനായിട്ട് ഉറച്ച പിന്തുണ കൊടുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് അവരുടെ കൂടെയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.